റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. പല റേഷൻ കടകളിലും മണ്ണെണ്ണ വിതരണം നടക്കുന്നില്ല. കടകളിലേക്ക് എത്തുന്ന ആളുകൾ മണ്ണെണ്ണ കിട്ടാതെ മടങ്ങുകയാണ്. നിബന്ധനകൾ അംഗീകരിക്കില്ലെന്നും വാതിൽപ്പടി വിതരണം വേണമെന്നുമാണ് കടയുടമകളുടെ ആവശ്യം. അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അഭിജിത്ത് മുഴക്കുന്ന്. മണ്ണെണ്ണ കാര്യത്തിൽ പ്രതിസന്ധിയിലാണോ? പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ അഭിജിത്ത്? സുജയ, പ്രശ്നം പരിഹരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് റേഷൻ കട ഉടമകളും ഉയർത്തുന്നത്. ഏതാണ്ട് 2 വർഷത്തോളം റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം മുടങ്ങിയതാണ്. പിന്നീട് മന്ത്രി ഇടപെട്ടാണ് അക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ നിലവിലിപ്പോൾ പല റേഷൻ കടകളിലും മണ്ണെണ്ണ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കക്കോടിയിലെ ഒരു റേഷൻ കടയിലാണ്. ഇവിടെ ഇപ്പോൾ മണ്ണെണ്ണ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ചേട്ടാ, മണ്ണെണ്ണ വിതരണം പൂർണ്ണമായി നിന്ന സാഹചര്യമാണല്ലേ? മണ്ണെണ്ണ ഒരു വർഷത്തോളം ഇപ്പം നിന്ന് കിടക്കുന്നതാണ്. ഇപ്പം വീണ്ടും പുനരാരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ണെണ്ണ വാതിൽപ്പടി വിതരണം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുപ്രകാരം ഒന്നുകിൽ ഞങ്ങൾ എവിടെ അടുത്തുള്ള ഏതെങ്കിലും കവലകളിൽ എത്തിച്ചാൽ ഞങ്ങൾ അവിടെ പോയി എടുക്കാമെന്നൊക്കെയാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് അവിടെ അതോറിറ്റി ഒന്നും വന്നിട്ടില്ല, അങ്ങനെയാണ് കേട്ടത്. ആളുകളൊക്കെ ഇപ്പം മണ്ണെണ്ണയ്ക്ക് വേണ്ടിയിട്ട് വരാറില്ലേ? മണ്ണെണ്ണയ്ക്ക് വരാറുണ്ട്. ഞങ്ങൾ ഉടനെ എത്തുമെന്നുള്ളത് അവർക്ക് വിവരം കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെയാണ് സുജയ്, ഇവരുടെ ഒരു ആവശ്യം വാതിൽപ്പടി വിതരണം ഉണ്ടാകണം. അതല്ല, ഇവരവിടെ ചെന്ന് മൊത്ത വിതരണക്കാരിൽ നിന്ന് മണ്ണെണ്ണ സ്വീകരിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നുള്ളൊരു കാര്യമാണ് റേഷൻ കട ഉടമകൾ പറയുന്നത്. അതാണോ നമ്മുടെ പ്രശ്നം? ഈ അവിടെ എത്തിയിട്ട് മണ്ണെണ്ണ വാങ്ങുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അത് അവിടെ ഈ പോയിട്ട് മണ്ണെണ്ണ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം നിറഞ്ഞ. ഞാൻ പറഞ്ഞല്ലോ, ഈ ദൂര സ്ഥലങ്ങളിൽ ഇപ്പോൾ താമരശ്ശേരി ആയാലും കൊയിലാണ്ടി ആയാലും വടകര ആയാലും അവർ കോഴിക്കോട് വന്ന് എടുത്തു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. ഞങ്ങളിത് എടുക്കും തയ്യാറാണ്, വിൽക്കാനും തയ്യാറാണ്. പക്ഷേ വാതിൽപ്പടി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ്, എടുക്കാനും തയ്യാറാണ്. ഞങ്ങൾ ഈ വിതരണവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സഹകരണ മനോഭാവത്തോടുകൂടി ഞങ്ങൾ എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ വാതിൽപ്പടി വിതരണം മറ്റു ജില്ലകളിൽ പാലക്കാട് വാതിൽപ്പടി വിതരണമുണ്ട്, കൊല്ലത്ത് വാതിൽപ്പടി വിതരണമുണ്ട്. പക്ഷേ മറ്റ് ചില ജില്ലകളിൽ വാതിൽപ്പടി വിതരണം ഇല്ല. നമ്മളത് ഭക്ഷ്യമന്ത്രിയൊക്കെ ഇക്കാര്യം അറിയിച്ചിരുന്നു. നേരത്തെ ഒരു ചർച്ചയൊക്കെ നടന്ന ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞതല്ലേ? ഭക്ഷ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതാത് ജില്ലകളിലെ DSOമാർ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവരുമായി ബന്ധപ്പെടാൻ മന്ത്രി പറഞ്ഞത്. അവരുമായി ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്യും എന്നാണ് പറഞ്ഞത്. വാതിൽപ്പടി തരും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ മേലുദ്യോഗസ്ഥന്മാർ ഉടനടി ഇതിനൊരു പരിഹാരം കണ്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിബന്ധന അംഗീകരിക്കില്ല എന്ന് റേഷൻ കട ഉടമകളും വ്യക്തമാക്കുകയാണ്.